എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുകയാണ്. എല്ലാവരും വിചാരിക്കും ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണോ ന്യൂ ഇയർ വിഷ് ചെയ്യുന്നതെന്ന്. നമുക്ക് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഈ വർഷം. ഇതിപ്പോൾ ഹെയർ ഓയിൽ ഉണ്ടാക്കിയതാണ് വീട്ടില്. പണ്ടൊക്കെ വീട്ടിൽ തന്നെ കാച്ചിയ എണ്ണയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇടക്കാലത്ത് വെച്ച് ഞാൻ കാച്ചുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെതായ പ്രശ്നങ്ങൾ എനിക്കും എൻ്റെ മക്കൾക്കും മുടിയിൽ വരാൻ തുടങ്ങി. ഇതിപ്പോൾ ഞാൻ ഈ ഓയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് വീട്ടിലും വീട്ടുമുറ്റത്തും ഉള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ കൂടുതലായി എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ്. കാരണം കറിവേപ്പില നമ്മുടെ ആഹാരത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകം തന്നെയാണ്. പ്രത്യേകിച്ച് മലയാളികൾക്ക് കറിവേപ്പില ഇടാതെ ഒരു കറിയും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കറിവേപ്പില ആഹാരത്തിന് ഉപയോഗിക്കുന്നത് തന്നെ വളരെയധികം പോഷക ഗുണങ്ങൾ ഉള്ളതാണ്. വിറ്റാമിൻ എയുടെ കലവറ തന്നെയാണ് ഈ കറിവേപ്പില. അകമേ കഴിക്കുന്നതിനോടൊപ്പം തന്നെ പുറമെ സൗന്ദര്യവർദ്ധക വസ്തുവായും കൂടി നമ്മൾ കറിവേപ്പില ഉപയോഗിക്കുന്നുണ്ട്. മുടി വളർച്ചയ്ക്ക് ഉതകുന്ന ആന്റി ഓക്സിഡന്റുകളാലും പ്രോട്ടീനുകളാൽ സമ്പന്നമായ കറിവേപ്പില തലയോട്ടിലെ മാലിന്യങ്ങളെല്ലാം പുറന്തള്ളി തലയോട്ടിയിലെ ഫോളിക്കുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതാണ്. ഇന്നത്തെ ജീവിതശൈലിയും വെള്ളത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത കാരണം എല്ലാവരുടെയും ഒരു വലിയ പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. അതുപോലെ തന്നെ താരൻ്റെ വലിയൊരു പ്രശ്നവും ഇന്ന് പലർക്കും അലട്ടുന്നുണ്ട്. അകാലനര കുറയ്ക്കുകയും തുടങ്ങിയ അനവധി ഗുണങ്ങളാണ് ഈ കറിവേപ്പില നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്നത്. എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതായിരിക്കും. എന്നാലും കറിവേപ്പില ഞാൻ കൂടുതലായി എന്തുകൊണ്ടാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞതാണ്. മറ്റെല്ലാ ഇലകളും ഞാൻ വളരെ കുറച്ചാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ചെമ്പരത്തി ഇല ഒരു 5-6 എണ്ണവും, ചെമ്പരത്തി പൂ കിട്ടിയില്ല മൊട്ടാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ചെമ്പരത്തി പൂ ഉപയോഗിക്കാവുന്നതാണ്. പനിക്കൂർക്കയുടെ ഇല ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമുക്ക് നീർക്കെട്ടും മറ്റും വരാതിരിക്കാനായിട്ടാണ് ഈ പനിക്കൂർക്കയില ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തുളസിയില, പ്രകൃതിയിലെ അമൂല്യമായ ഔഷധങ്ങളുടെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ ഈ തുളസിയില. അതിനോടൊപ്പം തന്നെ കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്. നമ്മുടെ താരനും അതുമൂലമുണ്ടാകുന്ന ചൊറിച്ചിലും മറ്റും ഇല്ലാതാക്കാൻ ഈ വേപ്പിൻ്റെ ഇല സഹായിക്കുന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഇല എന്ന് പറയുന്നത് ചെമ്പരത്തി ഇലയാണ്. അത് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. പിന്നെ അതിൻ്റെ പൂ ധാരാളം എടുക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് 2 മൊട്ട് മാത്രമേ കിട്ടിയുള്ളൂ. അത് ഞങ്ങളുടെ വീട്ടുമുറ്റത്തില്ല. അത് അടുത്ത വീട്ടിൽ നിന്ന് എടുക്കേണ്ടി വന്നു. ഇതെല്ലാം തന്നെ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അധികം വെള്ളമയം ഇല്ലാതെ തന്നെ എടുത്ത് ഉണക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട മറ്റ് 2 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉലുവയും കരിഞ്ജീരകവുമാണ്. ഇതിൽ ഉലുവയുടെ ഗുണങ്ങൾ മുടിയുടെ വേരുകൾ ശക്തിപ്പെടുത്തുകയും ഇതിലൂടെ മുടി പൊട്ടാതിരിക്കുകയും മുടി കൊഴിച്ചിൽ എന്നിവ കുറയ്ക്കാനും സഹായിക്കുന്ന പ്രോട്ടീൻ്റെ ഉറവിടമാണ് ഈ ഉലുവ എന്ന് പറയുന്നത്. താരൻ കുറയ്ക്കുകയും അതുപോലെ തന്നെ തലമുടിയിലുള്ള എണ്ണമയത്തെ സന്തുലിതമായി നിലനിർത്താനും ഈ ഉലുവയുടെ ഉപയോഗം കൊണ്ട് നമുക്ക് കഴിയുന്നതാണ്. ഇനി കരിഞ്ജീരകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മുടി വളർച്ച ഉണ്ടാക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് ഈ കരിഞ്ജീരകം ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അകാലനര, താരൻ എന്നിവയെ കുറയ്ക്കുവാനായിട്ട് ഈ കരിഞ്ജീരകത്തിൻ്റെ ഉപയോഗം കൊണ്ട് നമുക്ക് കഴിയുന്നതാണ്. ഇനി ഞാൻ ഈ കരിഞ്ജീരകവും ഉലുവയും കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അത് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കേണ്ട, അതായത് ഒരു ചെറിയ തരിതരിപ്പോട് കൂടി പൊടിച്ചെടുത്താൽ മതി. അതിനുശേഷം ഞാനത് അറ്റിവെച്ചതിന് ശേഷം ആ ജാറിലേക്ക് തുളസിയും ആര്യവേപ്പിലയും പനിക്കൂർക്കയുടെ ഇലകളെല്ലാം കൂടി ചേർത്ത് ചെമ്പരത്തി ഇലയും ചെമ്പരത്തിയുടെ മുട്ടും കൂടെ ചേർത്താണ് ഇപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഇലകളെല്ലാം കൂടി ഒന്ന് അരച്ച് എടുക്കുന്നത്. കാരണം ഇതെല്ലാം ഒരു വെള്ളമയം ഉള്ള ഇലകളാണ്. അപ്പോൾ ഒരു ചെറിയ കുഴപ്പോട് കൂടി മാത്രമേ നമുക്ക് ഇത് അരച്ച് എടുക്കാനൊക്കത്തുള്ളൂ. ഇത് പ്രത്യേകം ഞാൻ അരച്ച് മാറ്റി എടുക്കുന്നുണ്ട്. അതിനുശേഷം കരിവേപ്പില അതൊരുവിധം ഒന്ന് ഉണങ്ങിയിരിക്കുന്നതാണല്ലോ. അപ്പോൾ അത് നമുക്കൊന്ന് തരിതരിപ്പോട് കൂടി പൊടിച്ചെടുക്കാൻ പറ്റും. ആ കരിവേപ്പില 2-3 പ്രാവശ്യം ഇട്ടാണ് ഞാനതൊന്ന് പൊടിച്ചെടുത്തത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ് എടുത്തത്. നിങ്ങൾ ഏത് എണ്ണ കാച്ചുമ്പോഴും കരിവേപ്പിലയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ എടുക്കുന്നത് തന്നെയാണ് നല്ലത്. അത് 2-3 പ്രാവശ്യമായിട്ടാണ് ഇവിടെ പൊടിച്ചെടുത്ത് വെക്കുന്നത്. പൊടിച്ചല്ല, ഒരു തരിതരിപ്പോട് കൂടി ഒന്ന് അരച്ച് എടുത്തത്. ഇനി അടുത്തതായിട്ട് അടുപ്പിൽ ഒരു അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ ഞാൻ ഏകദേശം 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ എണ്ണ കാച്ചാനായിട്ട് എടുത്തത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്ന് തോന്നിയാൽ അതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച ഉലുവയും കരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുക്കണം. അതിനോടൊപ്പം തന്നെ ഇലകളെല്ലാം അരിച്ചു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു 4-5 കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തലയിൽ നീരിറക്കം പോലുള്ളത് ഉണ്ടാവാതിരിക്കാൻ ഈ കുരുമുളക് ചേർക്കുന്നത് വളരെ നല്ലതാണ്.
ഇത് എൻ്റെ അമ്മ എപ്പോഴും എണ്ണ ഉണ്ടാക്കുമ്പോൾ ഈ കുരുമുളകും അശോകത്തെറ്റിപ്പൂവും ഒഴിവാക്കാത്ത 2 കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് തുളസിയില കിട്ടുകയാണെങ്കിൽ അതും കൂടെ ഇട്ട് ആണ് അമ്മ എണ്ണ കാച്ചി ഞങ്ങളെയൊക്കെ തേപ്പിച്ചിരുന്നത്. അതിനാൽ ഞങ്ങൾക്ക് യാതൊരു രീതിയിലും ജലദോഷമോ പനിയോ ഒന്നും അത്ര വേഗം തന്നെ പിടിപെടാറില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ എണ്ണ കാച്ചുന്നതിൽ കുരുമുളക് ഇടാറുള്ളത്. ഇതിപ്പോൾ ഏകദേശം എണ്ണയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്, പച്ച കളറായി വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ നിറം ഒന്നുകൂടെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറിലേക്ക് മാറും. ഇനി എണ്ണ പാകമായെന്നറിയുന്നത് മണൽപാകമാകുമ്പോഴാണ്. അന്നേരം ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് വാങ്ങി വെക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഗ്യാസിൻ്റെ ചൂട് കൊണ്ട് തന്നെ അതിൻ്റെ പാകം തെറ്റിപ്പോകും. ഇനി എണ്ണ കറക്റ്റ് പാകമായതായിട്ട് അറിയാനായിട്ട് കുറച്ച് അരിമണി അതിൽ ഇട്ടാൽ മതി. അപ്പോൾ അത് പൊട്ടുമ്പോൾ നമുക്കത് പാകമായി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് വാങ്ങി വെച്ചിരിക്കുന്ന എണ്ണ തണുത്ത ശേഷം ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് നല്ല വൃത്തിയുള്ള സാധാരണ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ഒഴിച്ച് നന്നായിട്ട് ഇത് പിഴിഞ്ഞ് എടുക്കുകയാണ്. കാരണം അതിൻ്റെ സത്ത് മുഴുവൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണ, അല്ലെങ്കിൽ സാധാരണ ഒന്ന് അരിച്ചെടുത്താൽ മതി. ഈ എണ്ണ കാച്ചിയത് എനിക്ക് 3 മാസത്തോളം ഇവിടെ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. വെള്ളമയം ഒന്നുമില്ലാത്ത നല്ല വൃത്തിയുള്ള ഒരു ചില്ല് കുപ്പിയിലോ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ആയാലും കുഴപ്പമില്ല. ഈ എണ്ണ ഒഴിച്ച് സൂക്ഷിക്കാവുന്നതാണ്. തലമുടിയിലും സ്കാൽപ്പിലും ഒക്കെ ഈ എണ്ണ പുരട്ടി മസാജ് ചെയ്താൽ മുടിവേരുകൾ ബലപ്പെടുകയും മുടി കൊഴിച്ചിൽ തടയുകയും ചെയ്യുന്നതാണ്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇതുപോലെ ഓയിൽ മസാജ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ എണ്ണ കാച്ചി ഉപയോഗിക്കുമ്പോൾ മുടി വളരുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ താരനും മുടി കൊഴിച്ചിലും ഒക്കെ തടയാനും കഴിയും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ.